ഹായ്, എല്ലാവർക്കും ആംബിക്കോൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. എനിക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്. ഞാൻ ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഡ്രസ്സിൻ്റെ മേലെ ഫീവറാണ്, ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചല്ല. ഇന്നിത് ഭയങ്കര ലോങ് വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ പാർട്ടായിട്ടായിരിക്കും ഇത് വരുന്നുണ്ടാവുക. ഇന്ന് തന്നെ എല്ലാ പാട്ടും വരും, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. 2-3 ദിവസമായിട്ട് എനിക്ക് നിറച്ച് മെസ്സേജസാണ്. എനിക്ക് തോന്നുന്നു ഒരു കോക്കസൊക്കെ ഇല്ലേ, അങ്ങനെയായിട്ട് അവർ നിന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കണ പോലെ ഉണ്ട് എനിക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ആർക്കോ ഒരാൾക്ക് ഒരു ലോസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ അവർ നോക്കുമ്പം ഞാനും ഒരുപക്ഷെ അതിൽ അവരുടെ എന്നെപ്പോലെയുള്ള ഒരുപാട് പേര് അതിൽ കാരണമായിരുന്നിരിക്കാം എന്നങ്ങനെ തോന്നുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ട്രെയിനും ശരി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന മെസ്സേജസുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. കുറച്ച് വളരെ നീറ്റായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് മെസ്സേജസ് പറഞ്ഞുതരാം. നിന്നെപ്പോലെയുള്ളവരും ആരാണ്, നാടിൻ്റെ ശാപം, നിനക്കൊന്നും വേറെ പണിയില്ലേ, അഭിയത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ നാണക്കേട് തോന്നുന്നില്ലേ, പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നെയാണ് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇടപെടുന്നത്, ഇത് തിൻ ഫ്ലെയിം ജേണി എന്നൊക്കെ പറഞ്ഞ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസോ ആവാമോ, നിനക്കൊക്കെ പറ്റുന്നത് മറ്റേ പണിയാണ്. അങ്ങനെ ആദ്യമൊക്കെ പണ്ടായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ, സത്യം പറയാലോ. ഞാൻ ഇപ്പം അങ്ങനെയൊന്നും എനിക്ക് ബാധിക്കലില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ റിപ്ലൈ മോശമായിട്ട് കൊടുക്കില്ല എന്നല്ല കേട്ടോ. എനിക്ക് എന്നെ ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് ഉള്ളോട്ട് എടുക്കില്ലെങ്കിലും റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട്. കാരണം നാളെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഇങ്ങനത്തെ റിപ്ലൈ വരുന്നു. അങ്ങനെയുള്ള റിപ്ലൈസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് ബാധിച്ചിട്ടൊന്നുമില്ല, എന്നെ അത് ബാധിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് ഒരുവിധം ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി എന്നെ ബാധിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇതിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കേണ്ടതാണ്, ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം എന്ന്. അപ്പം ഒന്നാമത്തെ കാര്യം, ഞാൻ BSc സൈക്കോളജി കഴിഞ്ഞ് MScക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ലീഡിങ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ലീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ക്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലീഡിംഗ് എന്ന് പറഞ്ഞത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്നെ വിളിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. ആരും എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും നിങ്ങൾ വിളിച്ചുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ നടന്നില്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ എന്നെ വിളിക്കുന്ന ക്ലയൻസ് ഇല്ലേ, എന്നെ വിളിക്കുന്ന ക്ലയൻസാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും സൈക്കോളജി പഠിക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജി ഇപ്പോൾ എടുത്തിട്ടത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പം ചുറ്റുമുള്ള ആൾക്കാരെ പ്രശ്നവും പറഞ്ഞിട്ടായിരിക്കും പലരും നമ്മളടുത്ത് വരിക. അപ്പം എന്ന് വെച്ചിട്ട് എനിക്ക് അവരുടെ ഭർത്താവിനെയോ ഭാര്യനെയോ കുട്ടികളെയോ ഒന്നും വിളിച്ചിരുത്തി ക്ലാസ് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റില്ല. ആരാണോ വന്ന് നമ്മളോട് സംസാരിക്കുന്നത് അവരെ അതിനെ എങ്ങനെ എടുക്കണം, അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ട് ഇയാളുടെ മൈൻഡ് സെറ്റ് റെഡിയാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അതാണ് എല്ലാ സൈക്കോളജിസ്റ്റും ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ മറ്റവരെ വിളിച്ചിട്ട് നിങ്ങൾക്കല്ല കൗൺസിലിംഗ് ഉണ്ട് അയാൾക്കാണെന്ന് പറയുന്ന ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അയാൾ ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. ഒരുപക്ഷെ ചിലർ പറയും നിങ്ങളടുത്ത് നിങ്ങൾ മറ്റവരെയും കൂടെ കൂട്ടി വന്നാൽ നന്നായിരിക്കും. അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അല്ലാതെ നിങ്ങൾക്കല്ല കൗൺസിലിംഗ് വേണ്ടെന്ന് പറയുന്ന ഒരാളെ നിങ്ങളെ കൗൺസിൽ ചെയ്യാൻ നിങ്ങൾ അയാളടുത്ത് പോവാതിരിക്കുന്നതെന്നല്ലേ. ഇത്രയും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻ്റെ ക്ലയൻസാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, മറ്റാരും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പം അവിഹിതം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം മോസ്റ്റ് ഓഫ് അവിഹിതം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആരാണ് അല്ലേ. അപ്പോൾ പൊതുവേ തന്നെ ഞാനൊരു ഫാമിലി ലൈഫിനോട് ഭയങ്കര പ്രതിപത്തി കാണിക്കുന്ന ഒരാളല്ല. പക്ഷേ ലവ് ലൈഫിനോട് ഭയങ്കര പ്രതിപത്തി കാണിക്കുന്ന ഒരാളാണ്. പക്ഷേ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു ബോണ്ട് സൈനിങ് ഒക്കെ പോലെയാണ്. അതിൽ വഞ്ചിക്കലും ചീറ്റിങ്ങലും ഒക്കെ നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ഞാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ അത് പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ ലീഗലി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഞാനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ മറ്റൊരാളെ ലൈഫിനെ സേവ് ചെയ്യാൻ ഞാൻ ലൈഫ് ഗാർഡിൻ്റെ പണിയൊന്നും എടുക്കണില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറോട് കമ്മിറ്റഡ് ആയിരിക്കണം, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നോക്കണം എന്നൊന്നും പറയാൻ ഞാനിവിടെ വലിയ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. ഞാൻ ആകെ പറഞ്ഞു കൊടുക്കല്, നിങ്ങൾക്ക് നാളെ ഗിൽട്ടി ഉണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. അത് ഇവർക്ക് ആ കാര്യങ്ങളൊന്നും ഗിൽട്ടി കൊടുക്കുന്നില്ലെങ്കിൽ അത് എന്നെ ബോധർ ചെയ്യുന്ന കാര്യമല്ല. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. അപ്പം
കാർമിക് പാർട്ട്നേഴ്സ് എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, കുറേ പേര് കാർമിക് പാർട്ട്ണറാണ്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾ ഓൾറെഡി ഇഷ്യൂ ഉള്ളതിലേക്ക് വിഷം കോരി ഒഴിക്കുന്ന പരിപാടി ഞാൻ ചെയ്യലില്ല. അങ്ങനെ അല്ല, നമ്മൾ പലരെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിനെയൊന്നും വിസ്മരിച്ചുകൊണ്ട് വളരെ നിങ്ങളെ സൈഡിൽ നിന്ന് പറഞ്ഞിരുന്ന അങ്ങനത്തെ ഒരു മെൻറ്ററായിട്ട് ഞാൻ ഒരിക്കലും മാറിയിട്ടില്ല, ഒരിക്കലും മാറിയില്ല. അപ്പം എൻ്റെ ഭാഗത്ത് എനിക്കതൊന്നും ഞാൻ ചെയ്ത പ്രശ്നങ്ങളായിട്ട് തോന്നാത്തിടത്തോളം ഇനി അത് ബാധിക്കാനും പോകുന്നില്ല. പിന്നെ അടുത്തത് എനിക്ക് അങ്ങനെ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള, അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് വിശ്വസിക്കുന്നവരോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതുപോലെ തന്നെ കാർമിക് പാർട്ട്നേഴ്സ് എന്ന് പല യൂട്യൂബേഴ്സും വിശ്വസിപ്പിക്കുന്ന നിങ്ങളുടെ പാർട്ട്നേഴ്സിനോടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങൾ ഈ രണ്ട് പോർഷൻസും രണ്ട് കൂട്ടരും കേൾക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കേട്ടാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ കേൾക്കണ്ട. എൻ്റെ ഇൻബോക്സിലേക്ക് അയച്ചാൽ എനിക്ക് ബ്ലോക്ക് ചെയ്യാം, വേറൊരു പ്രശ്നവും എനിക്കില്ല. എനിക്കത് അയ്യോ എന്നെ ആൾക്കാർ 4 സൈഡിൽ നിന്നും വഴക്ക് പറയുന്നതെന്ന് പറയുന്ന ഫീലിംഗ് ഒന്നും എനിക്കില്ല. ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പറയും, എന്നെ ഒന്നും ബാധിക്കാനൊന്നും പോകുന്നില്ല. ഇങ്ങോട്ടേക്ക് ഒരാൾ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഇതിലും ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഒരു ആൻസറും കൂടി ആവും ഇത്. ഓക്കെ, അതായത് എനിക്കിപ്പോൾ ദേഷ്യം പിടിക്കാറേ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും വരലില്ല. എനിക്ക് മറ്റൊരു പാവം തോന്നും, അവരൊരു എനിക്ക് ഇവരോടും അതേ ഫീലിംഗ് ആണ്. എന്നെ വിളിച്ച് ചീത്ത പറയുന്നവരോടൊക്കെ എത്ര വികലമായിട്ടാണ് ഇവർ ചിന്തിക്കുന്നത്. എനിക്ക് ഇതിനിടുന്ന എഫേർട്ട് അവരുടെ ലൈഫ് ഫിക്സ് ചെയ്യാൻ ഇട്ടിരുന്നെങ്കിൽ എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ കൊല്ലാനായിട്ടോ ഒരാൾ വരികയാണ്, അല്ലെങ്കിൽ നമ്മളോട് നിർബന്ധിച്ച് നമ്മളെ വിഷം പിടിപ്പിക്കുന്ന ഒരാൾ വരുമ്പോൾ നിങ്ങൾ വളരെ നല്ലവനാണ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോരോ കപ്പാസിറ്റി തന്നത്, നമുക്കിപ്പം വഴക്ക് പറയാനുള്ള കപ്പാസിറ്റി തന്നത് വഴക്ക് പറയേണ്ട സ്ഥലത്ത് വഴക്ക് പറയാനാണ് എന്ന് വെച്ചിട്ട് അത് നമ്മളതിനെ ഉള്ളിലേക്ക് എടുത്ത് അവരെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരുത്തർക്ക് കൊടുക്കേണ്ട മറുപടി അവരേത് ലാംഗ്വേജിലാണോ പറയുന്നത് അത് എല്ലാം അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് ഭയങ്കര തെറി പറയുമ്പോൾ ഞാൻ അയാളുടെ അടുത്ത് അതേ രീതിയിൽ തെറി പറയണം എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെതാകുന്ന മാക്സിമം ഗുഡ് ലാംഗ്വേജിൽ ഞാൻ ഫോൾ ലാംഗ്വേജസും യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഇന്നത് തെറ്റ് ഇന്ന് ചെയ്യുന്നതെന്ന് പറയാൻ ഞാൻ ആളൊന്നുമല്ല, ഞാൻ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യലുണ്ട്. അപ്പം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ രീതിയിൽ മറുപടി കൊടുക്കാൻ, അതിന് തിരിച്ചിങ്ങോട്ട് മറുപടി കിട്ടും. അത് കേൾക്കാനും ബാധ്യതയാണ്. അതിന് തിരിച്ച് മറുപടി പറയാനാണെങ്കിൽ പിന്നെയും പറയാം. ഇല്ലെങ്കിൽ ഇത് കൊടുക്കണമെന്ന് തോന്നുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് കളയാം. ഇയാളൊന്നും മനസ്സിലാക്കാൻ പോലില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് കളയാം. ഡയറക്റ്റായിട്ട് വരികയാണെങ്കിൽ എനിക്കിനോട് സംസാരിക്കേണ്ട പോടാവില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പം എനിക്കിത്രയേ ഉള്ളൂ. അപ്പം എന്നെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട്, എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ മെസ്സേജ് ഒന്നും അയക്കേണ്ട. നിങ്ങൾ കുറച്ചുകൂടി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങൾക്കും കൂടി വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ സഫർ ചെയ്യുന്നുണ്ടാവും. ഇതിന് ഇങ്ങനെ ഒരു ഭാഗം കൂടി ഉണ്ട്. പലരും ട്വിൻ ഫ്ലെയിം ജേർണീനെ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് എന്താ അറിയോ, അവരുടെ ഗിൽറ്റി മറിക്കാനുള്ളൊരു എക്യുപ്മെൻ്റ് ആയിട്ടാണ് ട്വിൻ ഫ്ലെയിം ജേർണി. അതായത് എനിക്ക് അങ്ങനെ എക്സ്ട്രാ മെരിറ്റൽ അഫയേഴ്സ് വരുമൊന്നുമില്ല, എനിക്കിത് ഭയങ്കര സ്പിരിച്വൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് സ്വയം കൺവിൻസ് ചെയ്യിക്കുന്നതാണ്. അങ്ങനെ സ്വയം കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് പോകരുത്. അത് തെറ്റാണ്. നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറൊരാളോട് സെക്സ് തോന്നുന്നത് തെറ്റല്ല, നിങ്ങൾ വേറൊരാളോട് ജീവിക്കാൻ തുടങ്ങുന്നത് തെറ്റല്ല, നിങ്ങൾക്ക് ആരുടെയും പ്രണയം തോന്നുന്നതോ കാമം തോന്നുന്നതോ ഒന്നും തെറ്റല്ല. ഇതെപ്പോൾ തെറ്റായി മാറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തെറ്റാണെന്ന് എപ്പോൾ ഫീൽ ചെയ്യുന്നോ അപ്പോഴാണ് അത് തെറ്റായിട്ട് മാറുന്നത്. ഇപ്പം എനിക്കൊരാളോട് സെക്സ് തോന്നി, അയാൾക്കതിൽ താല്പര്യമില്ല, അയാളെ നിർബന്ധിച്ച് ഞാൻ സെക്സിലേക്ക് കൊണ്ടുവരുന്നത് തെറ്റാണ്. അത് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ നിയന്ത്രിക്കാനും മറ്റും ബെറ്റർ ആയിട്ടുള്ള ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അവിടെയാണ് നിങ്ങൾ കുറച്ചുകൂടി നെറിയ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരവസ്ഥ. ശരി, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. അവിഹിത ബന്ധങ്ങൾ, അതായത് ഞാൻ അവനോട് വളരെ മാന്യമായിട്ടാണ് നിന്നത്, എത്രയോ ഞാൻ സ്നേഹിക്കാവുന്ന അത്രയ്ക്കും ഞാൻ അവനോട് സ്നേഹിച്ചു, അവനെ ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെ എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. തിരിച്ചു ഞാൻ എത്രയോ ദൂരത്തിൽ ഇവിടെ വന്ന് നിന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് അവൾക്കും കുട്ടികൾക്കും വേണ്ടിയല്ലേ. ഞാൻ പല ചാനലിൽ ഇതിലും കണ്ട നമ്മളത്രയും കഷ്ടപ്പെട്ട് നമ്മളെ വിലയൊന്നും അവരെ അറിയുന്നില്ല, അവരവിടെ നിന്ന് സുഖിക്കുക. എന്താ സുഖിക്കാൻ പാടില്ലേ? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭയങ്കര ഒരു ലവ് റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ ബ്ലൈൻഡ് ആയിരിക്കും, നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റൊന്നിനെ പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കില്ല. ചുറ്റും വേറെ പെണ്ണുണ്ടോ ചെക്കനുണ്ടോ എന്നൊന്നും നിങ്ങളെ തന്നെ കുറിച്ച് ബോധം ഉണ്ടാവില്ല. നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കാൻ ഭയങ്കര ഹെവി എനർജിയിൽ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാവില്ല.
അപ്പം മറ്റൊരാൾ എങ്ങനെ ലൈഫിലേക്ക് കടന്നു വരുന്നു? അപ്പം നിങ്ങൾ എന്നെ പോലെയുള്ള മെൻറ്റേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ നിങ്ങളുടെ വൈഫിനെയോ വഴക്ക് പറയുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയം, എവിടെയാണ് പിഴച്ചത്, എന്താണ് പറ്റിപ്പോയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു 4-5 കാര്യങ്ങൾ പറയാം. നമ്മളൊരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് നീഡ്സ് ഉണ്ട്. ടു ഗെറ്റ് ലവ്, ടു ഗെറ്റ് സെക്സ്, ടു ഹാവ് ഫുഡ്, ടു ബ്രീത്ത്, ടു ഹാവ് എ ഗുഡ് ഷെൽട്ടർ. ഗുഡ് ഷെൽട്ടർ ഇറ്റ്സ് ഡസൻ മീൻ ഒരു ഹോം മാത്രം. വലിയ വിശാലമായ ബംഗ്ലാവ് ഉണ്ട്, അവിടെ അതിൻ്റെ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഷെൽട്ടർ ടു സ്റ്റേ അല്ലേ. അപ്പം ഇതിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ച് വിടുന്നത്, ആ പയ്യൻ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അവനായിരിക്കണം എൻ്റെ ലൈഫ്, നിനക്ക് സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തിരിച്ചും ഇങ്ങനെ കിട്ടുന്നത്, അതായത് നീയാണ് അവളെ നോക്കേണ്ടത്, പ്രൊട്ടക്ഷൻ ഗാർഡായിരിക്കണം. ഇങ്ങനെയല്ല പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഞാൻ എൻ്റെ മോനോടാണെങ്കിലും മോളോടാണെങ്കിലും ഇപ്പം തന്നെ, ഇവർ ചെറുതാണ്, ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കും നിനക്ക് എന്താ വട്ടാണോ ഇപ്പോഴുള്ള കുട്ടിക്ക്, ഇത്രയുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ? അത് സബ് കോൺഷ്യസ്ലി ഞാൻ ഫീഡ് ചെയ്യുന്നതാണ്. പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന, നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കണം. അത് ഒരു ഓർഗാനിക്കലി സംഭവിക്കുന്ന ഒരു പാറ്റേൺ ആകുമ്പോൾ അത്രയും നല്ലത്. മാരേജിലേക്ക് പോകണമെന്ന് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. മാരേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി ഒരു മാരേജ് ലൈഫിൽ നടക്കുന്ന എന്താ, ഒരാൾ വരുന്നു, താലി കിട്ടുന്നു, അവൾ എൻ്റേത്, നീ എൻ്റേത് മാത്രം, അവൻ എൻ്റേത് മാത്രം. പിന്നെ എനിക്ക് എന്ത് തോന്നിയാസവും മറ്റാളെ ലൈഫിൽ കളിക്കാൻ അതിനുള്ള അധികാരമാണ്. എനിക്ക് അയാളെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യാം, അയാൾക്കൊരു മനസ്സമാധാനം കൊടുക്കാണ്ടിരിക്കാം, അവളെ എനിക്ക് സെക്ഷുവലിസ്റ്റ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ അവകാശമാണ്, ഞാനിതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ കെട്ടിയത് എന്നുള്ളൊരു ചിന്ത എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അപ്പം അത് ബേസിക്കലി തെറ്റാണ്. ഇപ്പം നമ്മൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? നമുക്ക് ആ ഫാക്റ്റ് തന്നെ അംഗീകരിക്കാൻ മടിയാണ്. എനിക്കൊരു ഇണയെ വേണം, എനിക്ക് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാം. ഇതൊക്കെ നമുക്ക് നല്ല ഫ്രണ്ട്സിനോടും പറഞ്ഞൂടെ? ഇതൊന്നുമല്ല ബേസിക്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്തി സെക്സാണ്. മനുഷ്യൻ ഓൾറെഡി മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരികയാണ് ഫോർ ഹെൽത്തി ബീയിങ്. പിന്നെ നമ്മളെ മനുഷ്യൻ്റെ കുട്ടി പക്വതയിലെത്താൻ കുറച്ച് സമയമെടുക്കും. അപ്പം രണ്ടുപേർക്കും ഈക്വലി അതിന് പാട്ട് കൊടുത്ത് ഒരു നല്ല പൗരത്വം, സോഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മാരേജ് എന്നുള്ളത് തന്നെ വന്നിട്ടുള്ളത്. റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. കൂട്ടം കൂടി ജീവിക്കുന്ന ഒരു പ്രകൃതത്തിലേക്ക് മനുഷ്യനെ മാറ്റി റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാക്കാനും നല്ല സിവിലൈസേഷൻ വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനം തുടങ്ങിയത്. ബട്ട് ആക്ച്വലി വാട്ട് ഹാപ്പൻസ് എന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് 5-6 ദിവസം അല്ലെങ്കിൽ ഒരു 5-6 മാസം ടു മാക്സിമം ഭയങ്കര സെക്ഷൽ ഏർജായിരിക്കും രണ്ട് കൂട്ടർക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് എന്നെ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ ഭർത്താവ് വന്ന് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഐ ആം വെരി ഫെമിലിയർ ടു ദാറ്റ് ടച്ച്. അപ്പോൾ എനിക്കത് അത്ര ഒരു ഇത് തരില്ല. അതെനിക്ക് തരണമെങ്കിൽ അവൻ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള എഫേർട്ട് അതിലിടണം. അപ്പോൾ തിരിച്ചാണെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള എഫേർട്ട് വേണം. ആണിനെ സംബന്ധിച്ച് ആണിന് വേണ്ടത് സെക്സ് ആണെന്ന് പലർക്കും തോന്നുമെങ്കിലും ആക്ച്വലി ഏറ്റവും ഈസി ഒരു ക്രിയേച്ചർ എന്ന് പറയുന്നത് ആണാണ്. ആണിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ സെക്ഷുവലിയും ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തരാൻ ആൾ വില്ലിങ് ആവും. അതിൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, അയാളെ ആക്സെപ്റ്റ് ചെയ്യുക. അയാൾ എങ്ങനെയാണോ അയാളെ ആക്സെപ്റ്റ് ചെയ്ത് അയാളെ റെസ്പെക്റ്റ് ചെയ്യുക. അയാൾക്ക് കൊടുക്കുന്ന, അതായത് ആണിനെ അങ്ങനെയാണ് വളർത്തി വെച്ചിരിക്കുന്നത്, ആ ഈഗോ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. ആ ഈഗോ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താൽ 1ാമത്തെ ഘട്ടം പാസ്സാണ്. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീസ് കൊടുക്കുക, പീസ്, സമാധാനം കൊടുക്കുക. ഇത് 2ഉം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭയങ്കര കുറച്ച് ഹാപ്പി ആയിരിക്കുന്ന ഒരാൾ നല്ലൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കും. അപ്പോൾ തിരിച്ച് ആ ഒരു ഓപ്പോസിറ്റിൽ നിന്ന് നല്ലൊരു സെക്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകണം എന്ന് തോന്നുന്നില്ല. അപ്പം എന്നാൽ നമ്മളെ 5 സെൻസും നമ്മളെ മറ്റു കാര്യങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ അങ്ങനെ അട്രാക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ആളെ അങ്ങനെ പോവാതിരിക്കാൻ ഇവിടുന്ന് നിങ്ങൾക്ക് ഇത്രയും ഒരു സിൻസിയറായിട്ട് ഒരാൾ തരുമ്പോൾ അയാളെല്ലാം എനിക്ക് തരുന്നുണ്ട്, പിന്നെ എനിക്കിത് വേണോ വേണ്ടയോ എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു മൊമെൻറ്റ് നിങ്ങളുടെ സമീപനത്തിൽ നിന്ന് അവിടത്തേക്ക് കിട്ടണം. ഇനി പെണ്ണിൻ്റെ കാര്യം,
പെണ്ണ് ഒരു ബെഡ്റൂമിൽ നിന്നിട്ട് സെക്സ് ആഗ്രഹിക്കുന്ന ഒരാളല്ല. പെണ്ണിനെ നിങ്ങൾ എത്ര മാത്രം നിങ്ങൾക്ക് എത്ര ടൈമിംഗ് ഉണ്ടെങ്കിലും പെണ്ണിനെ നിങ്ങൾക്ക് ബെഡിൽ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് സെക്സ് തുടങ്ങരുത്. അതല്ല, അവരുടെ സെക്സ് ലാംഗ്വേജ് ഭയങ്കര ഡിഫറെൻ്റാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ടച്ച് ഇതും മാത്രമാണെന്ന്. അല്ല, ഇപ്പം കയറി ഒന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു വാക്ക് തൊട്ട് പാത്രം കഴുകുമ്പം ഞാൻ കഴുകി തരണോ? അല്ലെങ്കിൽ അവിടെ പോയി തൊട്ടടുത്തിരുന്ന് കുറച്ച് നേരം സംസാരിക്കുക. അല്ലെ ഈ വന്ന ഉടനെ ഫോൺ കൊടുക്കും സോഫയിൽ കിടന്നിട്ട്. എന്നിട്ട് യു ആർ എക്സ്പെക്റ്റിംഗ് സിൻസിയാരിറ്റി ബാക്ക്. റിയലി തരണം, ഗേൾസ് അത് തരണം, അല്ലെങ്കിൽ ബോയ്സ് കൊടുക്കണം. യു ആർ ഡിമാൻഡിങ്. ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഭാഗത്ത് ഒരാളെ മറ്റുള്ള ആൾക്കാരെയൊക്കെ വിരൽ ചൂണ്ടുന്നതിനേക്കാളും ആദ്യം നല്ലത് എൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതാണ്. ഇപ്പം രണ്ടാമത്തത് ഇപ്പോൾ ഒരു നല്ലൊരു TV ഷോ വരികയാണ്, ഇപ്പം നല്ലൊരു മൂവി, അപ്പം ഞാനത് കണ്ടു. ഇപ്പം വൈഫാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. ലെറ്റ് ദം കം, എന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വാച്ച് ചെയ്യാം. ഇനിയിപ്പം അന്ന് അയാൾക്കത് കാണാൻ മൂടില്ലെങ്കിൽ നാളത്തേക്ക് അത് മാറ്റി വയ്ക്കാം. ഇറ്റ്സ് ഓക്കെ. അവിടെ തന്നെയുള്ളൊരു സംഭവമാണ്, വെരി നോർമൽ. അതുപോലെ തന്നെ വൈഫ് അടുക്കളയിൽ തിരക്കിലാണെങ്കിൽ ഇവിടെ ഒരു ഷോ വരികയാണെങ്കിൽ, ഇപ്പം TV വരെ സേവ് ചെയ്ത് പോസ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. യു ഡൂ ദാറ്റ്, വെയിറ്റ് ഫോർ ഹെർ. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഫാമിലിയിലാണെങ്കിൽ ഒരാളെ, അപ്പം എനിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുകയാണ് അവിടെ. എൻ്റെ കാര്യങ്ങൾ അവിടെ ഞാൻ ഇത് ചെയ്യുമ്പം ഒരാളവിടെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി ഇതൊക്കെ തരാൻ അവിടെ അയാൾ വില്ലിങ് ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നൊരു മൊമെൻ്റാണ്. അതായത് ഐ ആം ബീങ് ലവ്ഡ്, ഞാൻ ഭയങ്കര ഒരാളെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ടാവില്ല. നിങ്ങൾ വാച്ച് ചെയ്യുന്നു, വരുമ്പോൾ നിങ്ങൾ വളരെ കേശമായിട്ട് നീ അത് മിസ് ചെയ്ത്. അത് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിൽ പറ്റും, പക്ഷേ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മെൻ ആർ ഫ്രം മാർസ്, വുമൻസ് ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ്. അപ്പം ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ കാണിക്കുന്ന, ഇപ്പം നിങ്ങൾ വളരെ കാഷ്വലായിട്ട് പറഞ്ഞ കാര്യം അയാൾക്കത് റൂഡായിട്ട് ഫീൽ ചെയ്യും. അത് ബേസിക് തിങ് ആണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ വലിയ സംഭവമാക്കി പറഞ്ഞത് ഇത് നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. ഇറ്റ് ഈസ് ബേസിക്. ഞാനിത് ഒരു ആണായിരിക്കും, ഞാനപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആണല്ലല്ലോ. പിന്നെ എൻ്റെ ആണിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഇതല്ല പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കണത്. പിന്നെ ഒരു പ്ലേസിൽ, നിങ്ങളൊരു റിലേറ്റീവിൻ്റെ പ്ലേസിൽ പോകുമ്പോൾ, ഒരു ആണിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആദ്യം അയാൾ പറയണം ലെറ്റ്സ് ഗോ. അതുവരെ നിങ്ങൾ പറയാൻ പാടില്ല. തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലാണ് പോവുകയാണെങ്കിൽ യെസ് ലെറ്റ്സ് ഗോ. അപ്പം പാർട്ട്ണർ ഓക്കെ, ഞാൻ എത്ര നേരം എൻജോയ് ചെയ്താലും പുള്ളി അതിനെ അംഗീകരിക്കുന്നുള്ള ആ ചിന്ത രണ്ടുപേർക്കും വരും. അത് നിങ്ങളെ ബോണ്ട് കൂട്ടും. അതുപോലെ അയാളെ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കരുതെന്നുള്ള ചിന്ത ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരാൾക്കും വേണം. അപ്പം അത് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാവും. നിങ്ങൾക്ക് എത്ര പേരത് ചെയ്യുന്നുണ്ട്? ചെയ്യുന്നില്ല. ഇപ്പം ഇത് നിങ്ങൾക്കിത് വേണം. ഇപ്പം നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിലെല്ലാവരോടും എൻ്റെ ഭാര്യ അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് പറയും. ടെല്ലും. അത് അയാളെ പരാതിപ്പെട്ടി അഴിക്കാതെ, അല്ലെങ്കിൽ ഇതാണ് വേണ്ടതെന്ന് പറയാതെ, എനിക്ക് ഇന്നതാണ് ഞാനൊരു ലൈഫിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് അയാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. അത് പെണ്ണിനോടാണെങ്കിലും ആണിനോടാണെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. നിങ്ങളിപ്പോൾ ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ അത് ഡെയിലി ബേസിസ് കുറ്റമായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് അയാളോട് പൊരുത്തപ്പെടാൻ പറ്റുമോ? അപ്പോൾ ഒരാൾ ഒരു സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട്, ഇപ്പം അഭിഹിതത്തിലാണെങ്കിൽ, ഇപ്പം ആണിനാണെങ്കിൽ പെണ്ണിനാണെങ്കിലും ആ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ പ്രോബ്ലംസ് അനുഭവിച്ചിട്ട് ഇപ്പം ഈ സൈഡിലേക്ക് അവർ വരുമ്പം ഇവർക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണല്ലോ. അപ്പം കൂടുതലായിട്ടുള്ള ഇൻപുട്ട് ഉണ്ടാവും. പക്ഷേ റിലേഷൻഷിപ്പിൽ ആ കൂടുതൽ ഇൻപുട്ട് വേണ്ട. കാരണം ഇത് എൻ്റെ സ്വന്തമാണല്ലോ, എനിക്ക് കയറി മേയാൻ പറ്റുന്ന സ്ഥലമല്ലേ അല്ലേ. ഇനി അടുത്ത പാർട്ട് നിങ്ങളുടെ ഹൈജീന്. ഇപ്പം വീട്ടിൽ നിൽക്കുമ്പം വൃത്തികെട്ട വേഷത്തിൽ നിൽക്കണം എന്നുള്ളത് അലിഖിതമായൊരു നിയമമാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇപ്പം എന്നോടിപ്പം ഈ ഒരു സമയത്ത് പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഐ ഗോ ബൈ ദിസ് ഡ്രസ് ഓൺലി. ഐ ഡോണ്ട് ചേഞ്ച് ഇറ്റ്. അതായിരിക്കണം നിങ്ങളുടെ ബേസിക് ഹൈജീൻ. അതായത് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയണം. അത് ഏറ്റവും ഹൈജീനായിട്ട്. ഇപ്പം നമ്മൾ ഏറ്റവും കീറി പറഞ്ഞ ഡ്രസ്സുകളാണ് നമ്മൾ വീട്ടിലേക്ക് മാറ്റി വയ്ക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറേയില്ല, ഒരിക്കലും ചെയ്യാറില്ല. ഞാനൊരു പുതിയ ഡ്രസ്സ് വാങ്ങിയാൽ പിറ്റേന്ന് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് വീട്ടിൽ നിന്ന് അതായിരിക്കും. പിന്നെ പാർട്ടി ഡ്രസ്സൊന്നും വീട്ടിൽ നിന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഹിന്ദി സീരിയൽസ് അല്ലെങ്കിൽ തമിഴ് സീരിയൽസ് അങ്ങനെയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, അവർ ഭയങ്കര അണിഞ്ഞൊരുങ്ങി ആയിട്ടാണ് രാവിലെ തന്നെ കുളിച്ച് അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അത് നമ്മൾ പിന്നെ വീട്ടിലൊക്കെ ആരെങ്കിലും നിൽക്കാൻ മലയാളി നിൽക്കില്ല, മലയാളിക്ക് ഇത് പറ്റൂല. മലയാളി എങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആളല്ല.
മലയാളിക്ക് വേണ്ടത് എന്താണ്? ഒരു മുഷിഞ്ഞ് കീറി പറഞ്ഞ ഒരു സാരിയോ ബ്ലൗസോ, അതിൽ കക്ഷം കീറിയിട്ടുണ്ടാവും, നരച്ചിട്ടുണ്ടാവും, ഈ ത്രെഡ് പൊന്തി നിൽക്കുന്നുണ്ടാവും. ഇപ്പം ആണുങ്ങളാണെങ്കിൽ ഈ ഡ്രസ്സൊന്നും എന്തിനേ ഈ ഒരു ലുങ്കി എടുക്കണം, ഇതിരിക്കണം. ഇത് മറ്റ് തൻ്റെ ഇണയെ ഇത് ആകർഷിക്കുന്നുണ്ടോ? നമുക്ക് കണ്ണിനും കൂടി ഒരു ഭംഗി കിട്ടണ്ടേ അല്ലേ? അത് നിങ്ങൾ എത്ര പേര് കൊടുക്കുന്നുണ്ട്? ഇല്ല, കൊടുക്കുന്നില്ല. ചിലപ്പോൾ രാവിലെ ഒരാൾ കുളിക്കുന്ന ഒരാളാണെങ്കിൽ വൈകുന്നേരം മേലി എഴുകാതെ ബെഡ്റൂമിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. വേർപ്പ് മണത്തോടു കൂടി ബെഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങളെ ദാമ്പത്യത്തിന് മാത്രമല്ല, നിങ്ങളെ തന്നെ റൂയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് സുന്ദരമായിട്ടുള്ള ഒരു നാപ്പ് എടുത്ത് നോക്ക്. നിങ്ങൾ രാവിലെ എത്ര ഹാപ്പി ആയിട്ട് എണീക്കാൻ പറ്റുമെന്നറിയോ? അങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ട്? പോട്ടെ, 2 നേരം, അതായത് രാത്രി ഉറങ്ങാൻ പോകുമ്പം എത്ര പേര് ബ്രഷ് ചെയ്തിട്ട് വൈഫിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്? എത്ര പേര് നിങ്ങളെ ജോലി, ഇപ്പം ഭർത്താവാണ് എനിക്കിതൊക്കെ വാങ്ങിത്തരേണ്ടത്, വീട്ടു ചിലവ് തീർത്ത് നടത്തേണ്ടത് ഭർത്താവാണ്, ഭാര്യ ചെയ്യേണ്ടത് വീട്ടു ജോലികൾ മാത്രമാണ്, ഇങ്ങനെ ചിന്തിക്കാതെ നിങ്ങൾ എത്ര പേര് എല്ലാം ഈക്വലായിട്ട് പാർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്? അതായത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എത്ര പേര് വിചാരിക്കുന്നുണ്ട്? ഇപ്പം വൈഫ് ഫുഡ് കഴിക്കായിരിക്കും, മോളെ അപ്പിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മോനെ അപ്പിട്ടിട്ടുണ്ടാവും, ഭർത്താവ് TV കാണുമായിരിക്കും. ഡീ കൊച്ചു വിളിക്കുന്നത് എന്താ, നിങ്ങൾക്ക് പോയി ചെയ്ത് കൊടുത്തൂടെ? അത് ചെയ്ത് കൊടുക്കാത്ത ജെൻസാണ് വൈഫ് വേറെ ആളെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത്. അതെന്തേ? ഒരാളുടെ ബേസിക് നീഡാണ് ടു ബി ലവ്ഡ് എന്നുള്ളത്, ടു ഗെറ്റ് എ ഗ്രേറ്റ് സെക്സ് എന്നുള്ളത്. അത് നിഷേധിക്കാൻ നിങ്ങളാരാ? എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പറയുക എൻ്റെ ഭർത്താവ് അങ്ങനെ പോയതിന് ഞാനാ ഉത്തരവാദി, അല്ലെ എൻ്റെ ഭാര്യ അങ്ങനെ പോയതിന് നിങ്ങളാ ഉത്തരവാദി, നിങ്ങളെ പോലെയുള്ള സ്ത്രീകളാണ് പഠിപ്പിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ദ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഫെമിനിറ്റി സംസാരിക്കുന്നല്ല. ഐ എം നോട്ട് എ ഫെമിനിസ്റ്റ് റൈറ്റ് നൗ. എനിക്ക് സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യണം, ഓരോരോ സ്ത്രീകളും ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു ചുറ്റുപാട് തന്നിട്ട് അതും വേറൊരാളെ ലൈഫിനെ പരിപോഷിപ്പിക്കൽ എൻ്റെ വളരെ വലിയൊരു തീവ്ര അജണ്ടയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാവർക്കും ബേസിക് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് ടു ഗെറ്റ് എ ബെറ്റർ ലൈഫ് എന്നുള്ളത്. അത് വേണോ വേണ്ടയോ, ഞാൻ ഇവിടെ കിടന്ന് അറിയിക്കണമെന്ന് ഓരോരുത്തർ തീരുമാനിക്കുന്ന ഓരോരുത്തരുടെ ചോയ്സാണ്. നമ്മളൊക്കെ അതിൽ നിന്ന് കമ്മൗട്ട് ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ എല്ലാവർക്കും കമ്മൗട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫെമിനിസ്റ്റായിട്ടൊന്നും, അല്ലെങ്കിൽ ഇപ്പം ഇതുകൊണ്ടാണ് നിങ്ങൾ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല. തിരിച്ചും ശ്രദ്ധിക്കുന്നില്ല, തിരിച്ചും കൊടുക്കുന്നില്ല അറ്റൻഷൻ. രാവിലെ ഭർത്താവിൻ്റെ ഷർട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നതും, അല്ലെങ്കിൽ ഫുഡ് ബെഡിൽ ടേബിളിൽ വെച്ച് കൊടുക്കുന്നതും അല്ല ഭാര്യ. ഭർത്താവിൻ്റെ മൂഡ് സ്വിങ്സിനെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പം ഞാനിപ്പം എനിക്ക് ഒന്നാമത് ഈ മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് വേണം. എല്ലാവരും ഇപ്പം അതെല്ലാം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ബേസിക്കായിട്ട് ഇതാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ എൻ്റെ ഭർത്താവ് വേറെ ഒരാളെ കൂടെ പോയി എന്തുകൊണ്ട് പോയി? നിങ്ങൾ ഇതിലെല്ലാം ബെസ്റ്റാണ്, നിങ്ങൾ ഇതിലെല്ലാം ഓക്കെയാണ്, എന്നിട്ടും അയാൾ മറ്റേ ഇതിലേക്ക് പോയെങ്കിൽ അയാളോട് ചോദിക്കൂ എന്താണ് റീസൺ. ചിലപ്പോൾ മാക്സിമം ഭർത്താക്കന്മാരാണെങ്കിൽ പറയാൻ പോകുന്ന റീസൺ നിനക്കൊരു കുറവും ഉണ്ടായിട്ടല്ല, അതങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെ പറയുമ്പം അയാളോട് പൊരുത്തപ്പെടണോ അയാളെ വിട്ടിട്ട് പോകണമെന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പം നിങ്ങളെ അയാളോടുള്ള സ്നേഹമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതല്ല, നിങ്ങൾ തീരുമാനിക്കുന്നത് എൻ്റെ മക്കൾക്ക് നല്ലൊരു ഭാവി, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ സെറ്റിൽമെൻ്റ് ഇല്ല, ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് സ്വീകരണം കിട്ടില്ല, ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ്. ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഇത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാത്തതിൻ്റെ പ്രശ്നമാണ്. ഞാനും ആ ഒരു പൊസിഷനിൽ പോയി നിന്ന ഒരാളാണ്. സോ എനിക്കതറിയാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാം. ചിലപ്പം ഇനീഷ്യലി നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകും. പ്രോബ്ലംസ് അതിനെ ജയിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ട്വിൻ ഫ്ലെയിമിലാണെന്ന് പറയുന്നത് നിൽക്കുന്ന ആൾക്കാരായിരിക്കില്ല പലപ്പോഴും ട്വിൻ ഫ്ലെയിം ജേണിയിൽ. ചിലപ്പോൾ അവരുടെ പാർട്ട്നേഴ്സ് ആയിരിക്കും ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളത്. അതായിരിക്കും നമ്മൾ അറിയാതെ ഇവിടുന്ന് ഈ ഒരു പുഷൻ പുള്ളത് കിട്ടുന്നത്. സർവൈവർ ആയിരിക്കും ഒരു പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലുള്ളത്. അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരണം, അല്ലെങ്കിൽ ആ സ്ത്രീ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരണമായിരിക്കും, അയാൾ എന്തൊക്കെയോ നേടണമായിരിക്കും. അപ്പം ഇങ്ങനെയും ഉണ്ട് ഇതിനൊരു സൈഡ്. പിന്നെ നമ്മൾ ഫാമിലി ടൈം കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഏറ്റവും കുറവ് ഹൈജീനിക് ആയിട്ടുള്ള ദമ്പതികളുള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ഫാമിലി ഓറിയൻറ്റഡ് അല്ലാത്ത പുരുഷന്മാരും സ്ത്രീകളും ഉള്ളത് കേരളത്തിലാണ്.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എൻ്റെ മേൽ കുതിര കയറാൻ സാക്ഷര കേരള. പക്ഷേ ഇതാണ് സത്യം, ബേസിക് ഫാക്റ്റ് അതാണ്. കാരണം ബാക്കിയില്ല, എനിക്ക് തമിഴ്നാടിന് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ഒരു ബേസ് അവിടെ നിന്നാണ്. അപ്പം അവിടെയൊക്കെ ഇപ്പോൾ ഒരു വീട്ടിലേക്ക്, ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഫംഗ്ഷനിലേക്ക് പോകുമ്പം ഫസ്റ്റ് നിങ്ങൾ മാരീഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട ആദ്യത്തെ ചോദ്യം എവിടെ നിങ്ങളുടെ പാർട്ട്ണർ എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭാര്യനെയും കൊണ്ടൊരു കല്യാണത്തിൽ ചോദിക്കേണ്ട പറയും, ഓനച്ചിപ്പം കോന്തനായി. ആ ഒരു വ്യത്യാസമാണ്. ഇവരത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവർ മലയാളികൾ ഉദ്ദേശിക്കുന്നത് സാക്ഷരത കൊണ്ട് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സൗണ്ട് പോലും പുറത്ത് വരരുത്. ഒരു ഓർഗാസത്തിൻ്റെ മൊമെൻറ്റിൽ പോലും ഒരു സൗണ്ട് പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് സെക്ഷുവൽ റിലേഷൻഷിപ്പ്. പൊതിഞ്ഞ് എന്തോ ഒരു വിലക്കപ്പെട്ട കനി പോലെ. നാളെ പ്രഗ്നൻ്റ് ആകുമ്പോൾ എല്ലാവരും അറിയില്ലേ, ഇത് ചെയ്യാതെ പ്രഗ്നൻ്റ് ആവില്ലല്ലോ. അപ്പം അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. അപ്പം കുട്ടികൾക്ക്, നിങ്ങൾ അടുത്തുള്ള കുട്ടികൾക്കും പറഞ്ഞ അച്ഛനും അമ്മയും അടി കൂടുന്ന കണ്ടിട്ടുണ്ടാവും. ദേ ആർ വെരി കംഫർട്ടബിൾ ടു ഹാവ് ഒരു സ്റ്റണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് കിഡ്സ്. പക്ഷേ ഒന്ന് വൈഫിനെ ഒന്ന് ടച്ച് ചെയ്യുന്നത്, ഒരു കിസ് ചെയ്യുന്നത്, ഒരു ഹഗ് ചെയ്യുന്നത്, ഇതൊന്നും മക്കളെ മുന്നിൽ പറ്റൂല. ഇവരിത് സ്നേഹം അറിഞ്ഞ് വളരുന്നത്. നമ്മൾ ആക്ച്വലി പ്രോത്സാഹിപ്പിക്കുന്നത് ഹേറ്റ്രഡിനെയാണ്, ലവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല. കുട്ടികളോട് സ്കൂളിൽ പോകുന്ന തന്നെ പറഞ്ഞു കൊടുക്കും, ഇതൊക്കെ ബോയ്സിൻ്റെ കൂടെയുള്ള ചുറ്റികളൊന്നും വേണ്ട, ഗേൾസിൻ്റെ കൂടെ ഒരു സ്റ്റഡി ഒരു ഹോം സ്റ്റഡിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ദൂരത്തിലിരുന്ന് ചെയ്യണം. ചിലപ്പോൾ അവരുടെ മനസ്സിൽ ആ സമയം വരെ ഒരു ഇൻറ്റൻഷനും ഉണ്ടാവില്ലായിരിക്കും. അല്ല, ടു ഹാവ് സെക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വെർജിനിറ്റി ഭയങ്കര സംഭവമാണ്. അതിലും ഭേദം ഒരു ഹെൽത്തി സെക്സ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നല്ലേ. നല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് അവരെ എത്താൻ ആ ഹെൽത്തി സെക്സ് എന്താണെന്നും, സെക്സ് എപ്പോഴാണ് നമ്മൾ ഒരാളിലേക്ക് കൊടുക്കേണ്ടതെന്നും, സെക്ഷൽ ഫ്രസ്ട്രേഷൻ എങ്ങനെ നമുക്ക് കുറയ്ക്കാമെന്നും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലത്. ഇതെന്തായാലും നമ്മളൊരു സെക്ഷൽ ബീയിങ് ആണ്. അപ്പം അതിനെ മറച്ച് വെച്ചുകൊണ്ട് ഈ സദാചാരം എന്നൊക്കെ സദാ ആചരിക്കേണ്ടത് എന്താണ്? സദാ ആചരിക്കേണ്ടത് ഹേറ്റ്രഡോ? ഞാൻ അയാളെ വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ മുന്നിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയും, എനിക്ക് ആളെ ഇഷ്ടമല്ല, എനിക്ക് ആളെ വെറുപ്പാണ്, എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. എന്തുകൊണ്ടില്ല? ചില വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ബട്ട് ചില വീടുകളിലില്ല. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന അതിൽ നിന്ന് നിങ്ങൾ എന്താണ് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആജീവനാന്തം ഭർത്താവ് നോക്കിക്കൊള്ളണം. എന്താ എന്നിട്ട് അയാൾ സ്ത്രീധനം ചോദിക്കാൻ പാടില്ല. അതായത് വൈഫിനെ നോക്കണം, കുട്ടികളുണ്ടാവും, കുട്ടികളെ നോക്കണം, കുട്ടികളെ പഠിത്തം നോക്കണം, ഇതൊക്കെ ഒറ്റയ്ക്ക് നോക്കണം. വൈഫ് വീട്ടിലിരുന്നിട്ട് ചോറും കറിയും വെച്ചിരും, ഭർത്താവ് പോയിട്ട്. പണ്ടൊക്കെ ഇത് വർക്കിംഗ് ആയിരുന്നു. കാരണം വൈകുന്നേരത്തേക്ക് ഒരു പൂളയും മീൻ കറിയും വാങ്ങിക്കൊണ്ടെങ്കിൽ മതിയല്ലോ, മീനും കിട്ടിയാൽ മതിയല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. ഇത് ഉണ്ടാക്കാനൊരു 10 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം കൃഷിപ്പണി ഭാര്യയ്ക്കും ചെയ്യുക. ഇതൊക്കെ പണ്ട് നടക്കുമായിരുന്നു. ഇപ്പം ഒരു 2 lakhs 3 lakhs പെർ ആനും വാങ്ങിക്കുന്ന ഭാര്യയും ഭർത്താവ് ഭാര്യയെ നോക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിൽക്കുന്നതിലുള്ള ഒരു ഇത് മനസ്സിലാവില്ല. പിന്നെ രണ്ടുപേരും ഈക്വലി കുട്ടികളെ നോക്കുന്ന ഒരു മൊമെൻറ്റിലേക്ക് എത്തുന്ന ഒരു മൊമെൻറ്റ്, ഇതൊക്കെ ഒരു ഇപ്പം നിങ്ങൾ ഓൾറെഡി ലീഗൽ ഫോർമാറ്റിലാണ് ഉള്ളത്. അപ്പം ഇത് ലീഗലി വേണേൽ നിങ്ങൾക്ക് ചെയ്യാം, അതൊന്നും വലിയ സംഭവമൊന്നുമില്ല. നിങ്ങളിങ്ങനെ കടിച്ചു മുങ്ങിയൊരു റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. പിന്നെ അതല്ല, അവൻ്റെ ഒരു കാര്യം വേറൊരാൾക്ക് പോകരുത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിങ്ങളവിടെ സീറോയിലേക്ക് നിങ്ങളാണ് പോകുന്നത്. എന്നിട്ട് ഞാൻ മറ്റേ ആളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങളത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ എത്ര മോശം സ്ത്രീയാണെങ്കിലും ഐ ആം നോട്ട് യുവർ ലൈഫ് ഗാർഡ് മാൻ. നിങ്ങളുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും നിങ്ങളുടെ ജീവിതത്തിന് ഏതെങ്കിലും ഒരു വഴിയിലേക്ക് എത്തിക്കേണ്ടതും നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. പിന്നെ കാർമിക് ക്ലിയറൻസ്, കാർമിക് പാർട്ട്നേഴ്സ്, ഇതൊക്കെ വൃത്തികെട്ട ടേംസാണ്. സത്യം പറയാമല്ലോ, വളരെ വൃത്തികെട്ട ടേംസാണ്. ഞാൻ അതിലൊക്കെ എഗെയിൻസ്റ്റാണ്. ഒരു സമയത്ത് ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്ന് തോന്നിയൊരു മൊമെൻറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കാർമിക് പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കുന്നത് പിന്നെ ഞാനിങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രമീഷ് എന്നോട് അങ്ങനെ ചെയ്തില്ലേ, പ്രമീഷ് എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, പ്രമീഷ് എന്നെ അങ്ങനെ വിഷമിപ്പിച്ചില്ലേ, പ്രമീഷ് ഇങ്ങനെ വിഷമിപ്പിച്ചില്ലേ എന്നൊക്കെ. പക്ഷേ അത് എനിക്ക് പ്രമീഷിനോടുണ്ടായിരുന്ന ഒരു വെറുപ്പും അകൽച്ചയും കൂട്ടാനെന്നുള്ളതല്ലാതെ പ്രമീഷിലേക്ക് എനിക്ക് എത്താൻ വേണ്ട ഒരു കാര്യവും ഈ കാർമിക് എന്നുള്ളൊരു തോട്ടം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ ഇതൊക്കെ
ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ സ്പിരിച്വലി കുറച്ച് വളരുമ്പോൾ നമ്മൾ ബീയിങ് ആണെന്ന് മനസ്സിലാകുന്നതോടുകൂടെ മറ്റാളും ഒരു ബീയിങ് ആണെന്ന് മനസ്സിലാക്കും. അയാളുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കും. എൻ്റെ നീഡൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കും. അയാളുടെ പേഴ്സണാലിറ്റി വെച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. തിരിച്ച് അയാളും നമ്മൾ ചെയ്യുമ്പോൾ അയാളും ഓട്ടോമാറ്റിക്കലി അങ്ങനെയാവും. അങ്ങനെ ആയില്ലെങ്കിൽ അത് അയാളുടെ മാത്രം പ്രശ്നം, എനിക്കതെന്നെ ബാധിക്കുന്ന കാര്യമേ ഇല്ല. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ മനസ്സിലാവും ഇത് എത്ര ഗ്രേറ്റ് റിലേഷൻഷിപ്പിലാണ് നമ്മളെന്ന്. നമ്മൾ പറയും ടോക്സിക് ആയിട്ടുള്ള ഹസ്ബൻഡാണ് കൂടെ ഉള്ളത്, എന്നെ വഴക്ക് പറയും, എന്നെ സംശയമാണ്, അതാണ് ഇതാണെന്നൊക്കെ. ചിലപ്പോൾ അയാൾ അറ്റൻഷൻ സീക്കറായിരിക്കും, അറ്റൻഷൻ കൊടുത്തു നോക്കും, ചിലപ്പോൾ അതില്ലാണ്ടിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഇൻസെക്യൂരിറ്റീസ്, ഭാര്യയും ഭർത്താവും അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ സംശയമായി മാറുന്ന സമയത്ത് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് നശിച്ചു. നിങ്ങൾക്ക് പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് കിട്ടില്ല. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഇപ്പം ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് വിശ്വസിച്ച് സമാധാനിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്വയം ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്നതിൻ്റെ സയൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ? ആ പ്രോപ്പറായിട്ടുള്ള സയൻസ് എനിക്കുണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഗിൽറ്റി മറയ്ക്കാനാണോ? എനിക്ക് ഉള്ളത് ലെസ്റ്റിൽ, അതായത് എനിക്ക് ഭയങ്കര ലെസ്റ്റ് ആളുണ്ട്, പക്ഷേ അയാൾ നഷ്ടപ്പെട്ടാൽ ഞാൻ അവിടെ തന്നെ നിന്നു പോകുമോ ഇല്ലയോ? ഇതൊക്കെ വിഷയങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും വർക്കിന് പുറത്ത് പോകുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം മതി, നിങ്ങൾക്ക് കിട്ടുന്ന കമൻറ്റ് മതി, നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ മതി. നിങ്ങൾ മനസ്സിലാക്കണം, ശരി, നിങ്ങൾ ഒരിക്കലും ഞാൻ നിങ്ങളുടെ ബന്ധത്തിൽ കടിച്ചു തൂങ്ങാൻ ഞാൻ നിർബന്ധിക്കില്ല. കാരണം നിങ്ങൾക്ക് എന്തോ കിട്ടാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ പുറത്തേക്ക് പോകുന്നത്. നിങ്ങളത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് ചെയ്തോ, അതൊന്നും ഒന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ അതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ബന്ധം ഇനീഷ്യലി നിങ്ങൾ തുടങ്ങുമ്പോഴും നിങ്ങളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടുന്നില്ലേ, അതുപോലെ ഒരു എക്സ്ട്രാ എഫേർട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണ ഒരാൾ ഒരു കാര്യം അറ്റൈൻ ചെയ്യാൻ, ഇപ്പം ഭാര്യേനെയോ ഭർത്താവിനെയോ നമുക്ക് കൂടുതൽ ഉൾപ്പളവും കൊള്ളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വീട്ടിലുണ്ടല്ലോ, പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നും പോകുന്നില്ല, ഞാൻ ലീഗലി ബോണ്ടഡ് ആണല്ലോ. പക്ഷേ ബാക്കിയുള്ളതിൽ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് കൊടുക്കണം. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പം ആ വ്യക്തിയായിരിക്കില്ല നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ക്രേവിങ്സ് തോന്നും അയാളോട്, അയാളെ നിങ്ങൾക്ക് വേണം തോന്നും. അയാൾ വേറെ ഫാമിലിയിലുള്ള ആളായിരിക്കും, നിങ്ങളും വേറെ ഫാമിലിയിലുള്ള ആളായിരിക്കും. എന്നിട്ട് അയാൾ നിങ്ങളോട് പറയും, എസ്പെഷ്യലി ഇത് ഗേൾസിനോടാണ് പറയുന്നത്, അയാൾ നിങ്ങളോട് പറയും, എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല, ഞാൻ ഇന്ന ചുറ്റുപാടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം മാനിനെ സംബന്ധിച്ച് കൂടുതൽ ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അവൻ്റെ പ്രതിച്ഛായ അവനും ഭയങ്കര മാറ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആണിന് കൂടുതൽ റെസ്പെക്റ്റാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അയാളുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. അയാളാണ് ദ ബെസ്റ്റ്, ഈ ലോകത്തിലെ ബെസ്റ്റ് അയാളാണ് നിങ്ങളാന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ അവിടെ നിന്നോളൂ. അയാൾ എത്ര ഈസി ക്രിയേച്ചറാണ്. അപ്പം ഇയാൾ ആ ഫാമിലി റിലേഷൻഷിപ്പിൽ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കും. കുറച്ച് സെൽഫ് റെസ്പെക്റ്റുള്ള എല്ലാ മാൻസും അത് ചെയ്യും. അപ്പം അയാൾക്ക് വേണ്ടത് കള്ളപ്പരിപാടിക്കുള്ള ആളെയാണ്. അതായത് വെറുതെ കിട്ടുന്ന സമയങ്ങൾ ആസ്വാദ്യകരമാക്കാൻ കിട്ടുന്ന ഒരാളെയാണ് അയാൾക്ക് വേണ്ടത്. അപ്പം നിങ്ങളിവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് ഇതെല്ലാം തരുന്ന ഒരാൾ. എന്നിട്ട് പിന്നെ പെണ്ണിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണിന് കുറച്ച് അധികം ആർക്കും ഒരു ഹ്യൂമൻ ബീയിങ്ങിനും ഒരേ സമയം ഒരേ അളവിൽ രണ്ടാൾക്കാരെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. നിങ്ങളുടെ മുന്നിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് ഭാര്യമാരെയൊക്കെ കൊണ്ടെടുക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് സംഭവിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഒരാൾക്ക് ഏറ്റവും തീവ്രമായിട്ട് ഒരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ജനറ്റിക്കലി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾ, രണ്ടുപേർക്കും ഈ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇയാൾ ഭാര്യനോട്ട് ഭയങ്കര കലഹവും, അയാളെ വിട്ട് ആ പെണ്ണിനെ പിന്നെ വീണ്ടും തൊടാനുള്ളൊക്കെ പ്രയാസം ഇവർക്ക് ഉണ്ടാവും. അത് അവരുടെ സെക്ഷൽ ലൈഫിനെയും അവരുടെ ഫാമിലി ലൈഫിനെയും ഒക്കെ ബാധിക്കും. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പെണ്ണിന് ഭയങ്കര പ്രശ്നമായിരിക്കും. പെണ്ണ് ഒരാൾക്ക് തന്നെ സമർപ്പിച്ച് കഴിഞ്ഞാൽ മറ്റൊരാളെ പെണ്ണിനെ അക്കോമഡേറ്റ് ചെയ്യാനേ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മറ്റൊരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ. അതും കുറച്ചൊരു നെറിയും കുറച്ചൊരു ഫെമിനിറ്റിയുള്ള ഒരു പെണ്ണിന് ഒരിക്കലും പിന്നെ തൻ്റെ ഭർത്താവിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വേറെ അടുത്തേക്ക് പോകുന്ന സമയത്ത്. അത് അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് പെണ്ണെന്ത് ചൂസ് ചെയ്യും, ഞാൻ ഇയാൾക്ക് വേണ്ടി മറ്റേ ബന്ധത്തിൽ നിന്ന് പോരണം എന്ന് ചിന്തിക്കും. ഇപ്പം ഈ പെണ്ണിൻ്റെ ഭാവി തൊലഞ്ഞോ, ഈ പെണ്ണിൻ്റെ ഭാവി തൊലഞ്ഞു. ഇനിയിപ്പം ഇയാൾ വരുമോ, ഇയാൾ വരില്ല, ഇയാൾ എക്സ്ക്യൂസസുകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം ഈ പെണ്ണ് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് സെൽഫ് അറ്റൈൻ ചെയ്തു എന്നൊക്കെ പറയും. ഇത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ മക്കളെ നോക്കിക്കൊണ്ട് നിങ്ങളെ ഭർത്താവിൻ്റെ കൂടെ സ്നേഹത്തോടെ നിന്ന് സെൽഫായിട്ട് അറ്റൈൻ ചെയ്യാം.
അതിന് ഇതൊന്നും ഒഴിവാക്കി, ഇയാളെ ഒഴിവാക്കി ലൈഫ് മൊത്തം സഫർ ചെയ്ത് മുന്നോട്ട് പോയി ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻസി ഉള്ളിലുള്ളൊരു സാധനമാണ്. അല്ലാതെ കെട്ടുപാടുകൾ മുഴുവൻ മാറിയതിനു ശേഷം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി, അങ്ങനല്ല. നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രീഡിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് ആണ്, നമ്മുടെ ഫിയേഴ്സിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് ആണ്, നമ്മുടെ ഇമോഷൻസിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് ആണ്, നമ്മുടെ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിയാണ്. ഇതൊക്കെയാണ്. ഇതിപ്പം യൂഷ്വലി സംഭവിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ഇപ്പം പെണ്ണും ആണും വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ ഒരാൾ നിങ്ങളെ ഭയങ്കര കംഫേർട്ട് ചെയ്യുന്നു. ആളുടെ ബേസിക് നീഡ് സെക്സ് ആയിരിക്കും. നിങ്ങൾ ഏത് ആണിനോടും നിങ്ങളെ വളരെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ, ഇപ്പം ബ്രദർ ലവ് ചെയ്യുന്നത് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റർ ആയിരിക്കും. കാരണം സിസ്റ്റർ നോ വാട്ട് ലവ് ഇസ്. പക്ഷേ ബ്രദർ തൻ്റെ പെങ്ങൾ വേറൊരാളെ സ്നേഹിക്കാൻ പോകുമ്പോൾ കൂടുതൽ പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളായിട്ട് മാറും. കാരണം ഹീ നോസ് വാട്ട് ഇസ് മെൻ ആർ ഓൾവേസ് ഓറിയൻറ്റഡ് ടു സെക്സ്. അപ്പം സെക്ഷലി സാറ്റിസ്ഫൈഡ് ആയി കഴിയുന്ന ഒരു നിമിഷം അയാൾക്ക് ഈ പെണ്ണിലുള്ള താല്പര്യം പോകും. അത് പെണ്ണിനും അങ്ങനെ പോകും, പക്ഷേ കുറച്ച് സമയം എടുക്കും. ആണിനും പെട്ടെന്ന് കഴിയും. അപ്പം ആളുകൾ കൂടുതലും എൻ്റെ പെങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അധികവും ഇങ്ങോട്ട് പിടിക്കുന്നത്. എന്ന് വെച്ചിട്ട് ലവ് ചെയ്യരുത്, സെക്സ് ചെയ്യരുതെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ഒരാൾക്ക് കില്ല് ചെയ്യാൻ പറ്റരുത്. ഇമോഷണലി കില്ല് ചെയ്യാൻ നിങ്ങൾ നിന്ന് കൊടുക്കരുത്. നിങ്ങളെ ഏറ്റവും നിങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ, നിങ്ങളെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ശരീരവും നിങ്ങൾക്ക് സോളിന് തന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നാട്ടുകാരെ മുഴുവൻ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീടൊരു സത്രായില്ലേ? അതുപോലെ നിങ്ങളുടെ ബോഡീനെ എല്ലാവർക്കും കൊടുക്കുന്നതിന് പകരം നിങ്ങളത് വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉള്ളിലേക്ക് വരാൻ നിങ്ങൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബെസ്റ്റായിട്ടുള്ള ഒരാളെ കിട്ടും. അപ്പം സെക്സിന് അതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. സെക്ഷൽ പഠിത്തം അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നിങ്ങളുടെ ബോഡിയെ ടച്ച് ചെയ്യാൻ വാലിഡ് ആയിട്ടുള്ള ഒരു മെന്നാണോ അപ്പുറത്തുള്ളത് എന്നുള്ളത് ചൂസ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് വെരി സെക്ഷൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നിങ്ങൾ യെസ് ഐ ടോൾഡ് കുറേ ആൾക്കാർ മൾട്ടിപ്പിൾ സെക്ഷൽ റിലേഷൻഷിപ്പ് വേണ്ട ആൾക്കാരാണ് ഹ്യൂമൻസ്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ നിങ്ങളെ തൊട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്നറിയോ, നിങ്ങൾക്ക് പിന്നെ സെക്സുകളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇപ്പം പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കള്ളവെടിക്ക് പോകുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കൂ, പെണ്ണല്ലേ, അവർക്ക് വേണ്ടത് ഈ ഇത് ഇജാക്കുലേഷൻ നടക്കണം, എന്നിട്ട് ഇറക്ഷൻ നടക്കണം, ഇജാക്കുലേഷൻ നടക്കണം, ഇതാണ് വേണ്ടത്. അതുപോലെ എല്ലാ ആണും വന്നാലും ഇത് തന്നെ. ഇതിൽ കൂടുതലൊന്നും അവർക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് ഉദാത്തമായ ഒരു സെക്സ്, നിങ്ങൾക്ക് ഏറ്റവും മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു സെക്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന, അത്ര സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അത് സിൻസിയറിറ്റി അയാൾ കാണിക്കേണ്ടത് അയാളുടെ പോസസീവ്നെസ് കൊണ്ടോ, അയാൾ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതുകൊണ്ടോ, നിങ്ങളുടെ പിന്നാലെ അയാൾ വരുന്നത് കൊണ്ടോ, നിങ്ങൾ എവിടെ വിളിച്ചാലും അയാളെ നായിനെ പോലെ പിന്നാലെ വന്ന് നിൽക്കുന്നത് കൊണ്ടോ അല്ല നിങ്ങൾ അയാളെ ലവിന് വിലയിരുത്തേണ്ടത്. ആ ലവിനെ വിലയിരുത്തേണ്ടത് അയാളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അയാൾ എത്ര കമ്മിറ്റഡ് ആണ്, അയാൾ ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ എത്ര സക്സസ്ഫുള്ളാണ്. ഇതൊക്കെ മാറ്ററാണ്. വെൻ യു ആർ ഗോയിങ് ടു എ മാരേജ് ഇതൊക്കെ മാറ്ററാണ്. അയാൾ എത്ര മാത്രം സിൻസിയറാണ്, എത്ര ട്രസ്റ്റ് വർത്തിയാണ്, അയാൾ നിങ്ങളോട് കാണിക്കുന്ന അതേ കമ്മിറ്റ്മെൻറ്റ് അയാളുടെ മറ്റു കാര്യങ്ങളിൽ കാണിക്കുന്നുണ്ടോ. ഇല്ലാതെ നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, ബാക്കി എല്ലാത്തിലും അവൻ പ്രശ്നക്കാരനാണ് എന്ന് വിചാരിക്കുന്നത്. ഇപ്പം ഒരാൾ പണിക്കൊന്നും പോകാണ്ട് നിങ്ങളടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിങ്ങളടുത്ത് നിൽക്കുന്നത്, അത് അയാൾക്ക് നിങ്ങളോടുള്ള ഡിപ്പെൻഡൻസിയാണ്, അത് അയാളുടെ കുറവാണ്. അങ്ങനല്ല ലവിനെ മെഷർ ചെയ്യേണ്ടത്. എന്ന് വെച്ചിട്ട് അയാൾ ജോലിയിൽ ഫുൾ ജോലി അത് കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയങ്ങൾ നിങ്ങളോട് ആനന്ദകരമാക്കുക, അങ്ങനെയുള്ള ആൾക്കാരെയും ചൂസ് ചെയ്യരുത്. അയാൾ എല്ലാ തിരക്കുകളും നിങ്ങൾക്ക് മാറ്റി വെച്ച് നിങ്ങൾക്ക് വരാൻ വില്ലിങ് ആവുന്ന ഒരാളായിരിക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ. അല്ലാതെ എപ്പോഴും നിങ്ങളെ പിന്നാലെ നടക്കുന്നതും തീരെ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ ഒഴിവ് സമയത്ത് വരുന്ന ആൾക്കാർക്കും നിങ്ങൾ വെറും ഒരു അവരുടെ പ്രശ്നങ്ങളാണ് അത്. ഒന്നുകിൽ അയാൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെയുള്ളവരെ ഒരിക്കലും, അതാണ് ഏറ്റവും ടോക്സിക്. അയാൾക്ക് നിങ്ങളെ കിട്ടാതാവുന്ന ഒരു നിമിഷം അയാൾ എങ്ങനെയും പ്രവർത്തിക്കാം, എത്ര മോശമായിട്ടും അയാൾ നിൽക്കാം, അല്ലെങ്കിൽ അയാൾ തകർന്നു പോകാം. അങ്ങനെയുള്ള ആൾക്കാർ ചൂസ് ചെയ്യരുത്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കും മക്കൾക്ക്. ഇതൊക്കെയാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാണ്ട് ആണെന്താണെന്ന് അറിയാനുള്ളൊരു സമയം പെണ്ണിനും, പെണ്ണെന്താണെന്ന് അറിയാനുള്ള സമയം ആണിനും കൊടുക്കാണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, അയ്യോ ഇത് സെക്സ് ഒരു പ്രശ്നക്കാരനായ കാര്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു പെണ്ണ് ബെഡ്റൂമിലേക്ക് പോകുമ്പം ആണിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണോ ശ്രമിക്കുക, അവളുടെ ഫെമിനിറ്റി, അവളിന്ന് എത്രമാത്രം അവളുടെ ഉള്ളിലൊക്കെ എല്ലാവർക്കും സെക്ഷൽ ഫീലിംഗ് ഉണ്ടല്ലോ, പക്ഷെ ഇത് ഉള്ള ഫീലിംഗ് ഇത് കാണിക്കൂല. അങ്ങനെ കാണിക്കാണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ സെക്ഷൽ ലൈഫ് തകർന്ന്. ആണിനെ സംബന്ധിച്ച് എന്താ, ആണിന് കാണിക്കണം എന്നുണ്ടാവും തീവ്രമായിട്ട്. ഇപ്പോൾ ഒന്നവളെ പോയിട്ടൊന്ന് പിടിക്കണം, ഒന്നവളെ തോണ്ടണം എന്നൊക്കെ ഉണ്ടാവും.
പക്ഷേ അമ്മ, അച്ഛൻ, കുടുംബക്കാർ, ഇതൊക്കെ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ കല്യാണം കഴിച്ച പാട് ഭാര്യയും ഭർത്താവും കൂടെ അങ്ങ് മാറി താമസിക്കാമെന്ന്. അവിടെയും പ്രശ്നങ്ങളുണ്ടാവും. അവിടെ എന്താ പ്രശ്നം ഉണ്ടാവുമെന്നറിയോ? ഭയങ്കര അവൈലബിലിറ്റി ആണല്ലോ. അപ്പം നമുക്ക് കട്ട് തിന്ന സുഖം ഉണ്ടാവില്ല. അതും പ്രശ്നമാണ്. നമുക്കൊരു ഒളിവും മറയോടും കൂടി നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നൊരു സമയം, അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ്. അപ്പം അങ്ങനെയും എല്ലാത്തിൻ്റെയും എക്സ്ട്രീമിറ്റി ഭയങ്കര പ്രശ്നമാണ്. ഇതിൻ്റെയൊക്കെ ഒരു മിഡിൽ നിൽക്കുമ്പോൾ ഭയങ്കര നൈസാണ്. അപ്പം സെക്സ് ഒരു തെറ്റാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. സെക്സ് ഒരാൾ മറ്റൊരാളുടെ അടുത്തേക്ക് സെക്സിനോ പ്രണയത്തിനോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് തെറ്റ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി പോകുന്നവർ, എനിക്കിത് നിർബന്ധമാണോ? ഞാനിത് എല്ലാവരും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആർക്കും മറ്റൊരാളെ മുഴുവനായിട്ട് ഹാപ്പി ആക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇനി ഒരാൾ ഹാപ്പി ആക്കുന്നുണ്ടെങ്കിൽ ഇയാൾ അത്രമാത്രം ഫേക്ക് ആയിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം കാണിക്കുക. ഇത് രണ്ടേ പറഞ്ഞു തരാനുള്ളൂ. ഇപ്പം എന്നെ വിളിക്കുന്ന ക്ലയൻസിനോട് ഞാൻ ഭൂരിഭാഗം ആൾക്കാരും ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലല്ലാതെ വിളിച്ചിട്ട് എന്നോട് വിളിച്ച് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് നേരം ഡിഫെൻഡ് ചെയ്യും ആളുകൾ. പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് തമാശ കളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗിൽറ്റി മറച്ച് വയ്ക്കാനോ നിങ്ങളുടെ അവിഹിതത്തിനെ ന്യായീകരിക്കാനോ ഉള്ള ഒരു ഉപാധിയായിട്ട് ട്വിൻ ഫ്ലെയിം ജേർണീനെ കാണാൻ നിൽക്കരുത്. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മറക്കാൻ ശ്രമിക്കൂ. ഞാൻ എൻ്റെ വീഡിയോയിൽ അതാണ് പറയുന്നത്. നിങ്ങൾ ഫോക്കസ്ഡ് ആവും. ഞാനൊന്നും ട്വിൻ ഫ്ലെയിം ജേർണി എന്നുള്ള ഞാൻ വളരെ നല്ല സ്മൂത്തായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പ്രമീഷയായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്നെപ്പോലെ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന പല ആൾക്കാരും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫാമിലി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർക്കില്ലാത്ത ഒരു സാധനം നിങ്ങൾക്ക് അവരുടെ വീഡിയോ കണ്ട് നിങ്ങൾ നിഷേധിക്കുന്നത് നിങ്ങളുടെ തെറ്റാണ്, നിങ്ങളുടെ പൊട്ടത്തരമാണ്. എൻ്റെ എന്തായാലും വീഡിയോസ് കണ്ടിട്ട് നിങ്ങളാരും ഞാൻ ഒരിക്കലും ആ വിധത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അത് ഞാൻ പറയുന്നത് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അത് ആദ്യം ചൂസ് ചെയ്തല്ലോ. ചൂസ് ചെയ്തത് അതിനെ ഒരു സാധനത്തിൽ നിന്ന് ഇപ്പം ഒരു നല്ലൊരു സംഭവം നിങ്ങൾക്ക് കൈ കിട്ടി, നല്ലൊരാൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സംഭവം നിങ്ങൾക്ക് കിട്ടി. അങ്ങനെയുള്ള എനിക്ക് കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല എന്തൊക്കെയോ ചുറ്റും കണ്ടു, അതിൻ്റെ ഫങ്ഷനിങ്സൊക്കെ കറക്റ്റാണോ ഇല്ലയോ നിങ്ങൾക്ക് അറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ തന്നെയുള്ളൊരു സംഭവമാണോ, കാണാനുള്ള പുറത്തുള്ള മിനുക്ക് പണി മാത്രമാണോ നിങ്ങൾക്ക് അറിയില്ല. ചിലപ്പം ഇത് വിട്ടിട്ട് അതിന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് പോലും ചെയ്യാത്തൊരു സാധനത്തിൽ പോകുന്നതിന് പകരം ഇതിലെന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മാറ്റിക്കൂടെ? മാറ്റാം. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റേതാണ് വേണ്ടെങ്കിൽ യുവർ ചോയ്സ്, യു ക്യാൻ ഗോ. അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നിങ്ങൾ തന്നെയാണ് സഫർ ചെയ്യേണ്ടത്. ഇതിൽ ഒരു യൂട്യൂബേഴ്സിനോ ഒരു എന്താ പറയുക മറ്റൊരാൾക്കും, ഇപ്പം നിങ്ങൾ കൗൺസിലിങ്ങിന് പോവുകയാണെങ്കിൽ അയാൾക്ക്, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. നിങ്ങളെ ഉപദേശിക്കാൻ മൾട്ടിപ്പിൾ പീപ്പിൾസ് ഉണ്ടാവും. നിങ്ങൾ ഉപദേശത്തിന് നിന്ന് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ മാത്രം ചോയ്സാണ്. മറ്റുള്ള ആളുടെ ഉപദേശം കൂടുതൽ കേട്ട ആളുകൾ മിക്കവാറും ഫൂൾസ് ആയിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ BMW വാങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ ടൊയാറ്റോയുടെ ഓണറിനോടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ BMW പോവില്ല. ഒരു പക്ഷേ നിങ്ങൾ ഉപദേശം ചോദിക്കുന്ന ആളിൽ നിന്ന് എത്രയോ പടി മുകളിലേക്ക് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അത്രയും കേപ്പബിലിറ്റി ഉള്ള, എത്രയും പ്രീവിയസ് ലൈഫിൽ നിന്ന് ആർജിച്ചെടുത്ത സോൾസുകളായിരിക്കും. നിങ്ങൾ പോയിട്ട് വളരെ സ്റ്റുപ്പിഡായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങളെ ഉപദേശം, ഞാൻ ഇതിന് മുന്നേ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് പോയിരുന്നു കണ്ടു നോക്കൂ. അതായത് നമ്മൾ ഉപദേശം ചോദിക്കുന്നവർ അതിലെത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളും, ഫെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞു തരും. പക്ഷേ കഴിയുന്നതും നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ സോൾ എന്ത് പറയുന്നത് അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതാണ്. ഇപ്പം പറയുന്ന പല ശാസ്ത്രജ്ഞന്മാരും മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് വളരെ നല്ല ലവ് റിലേഷൻഷിപ്പാണ്. ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉള്ള എന്നാൽ വളരെ നല്ല പേഴ്സണാലിറ്റി പ്രകടിപ്പിക്കുന്ന ഒരാളുടെ അടുത്താണ് പോയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ അപജയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ അയാൾ അതിൽ ഫെയിലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് മാത്രമേ അയാൾ തരുള്ളൂ. സോ ഓരോരുത്തരുടെ ഫാമിലിയും ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ 100,000 സാധനങ്ങൾ ചുറ്റും നിങ്ങളെ പ്രചോദിപ്പിക്കാനും ഉദ്ദീപിപ്പിക്കാനും അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനും നിങ്ങളെ വഴിതെറ്റിക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇത് അങ്ങനെ പോകണോ ഇങ്ങനെ പോകണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്.
എല്ലാം മനസ്സിലാക്കുക. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഏത് റിലേഷൻഷിപ്പ് പോയാലും അതിൻ്റേതായ പ്രശ്നങ്ങളും അതിൻ്റേതായ നല്ല കാര്യങ്ങളും ഉണ്ടാകും. അപ്പം ഇതൊക്കെ ഏറ്റെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ, പിന്നെ അതല്ല, ഭാര്യനെ വീട്ടിൽ വെച്ചിട്ട് വേറൊരാളെ അങ്ങനെ കൊണ്ടുനടക്കുന്ന ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യമാണ്, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നേരെ തിരിച്ചു, ഭർത്താവിനെ വീട്ടിൽ വെച്ചിട്ട് വേറെ ലവ് ഇതും തേടി പ്രത്യേകിച്ച്, അതായത് എനിക്ക് ഓടെ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്യാം, നിൻ്റെ കൂടെ വന്ന് താമസിക്കാം, നമുക്ക് വേണമെങ്കിൽ രണ്ടുപേരും കൂടെ എമിഗ്രേറ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ നമുക്ക് താമസിക്കാം, പക്ഷേ ഇതിവിടെ വേണം, എന്തിനാ നാട്ടിലെ കാണിക്കാം. അപ്പം അയാൾ ചിലപ്പോൾ നിങ്ങളേ ലൈഫ് എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആളായിരിക്കും. നിങ്ങളേ ലൈഫ് എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അന്തസ്സായിട്ട് നമ്മളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അപ്പം നമുക്ക് ഒന്നുകിൽ റീതിങ്ക് ചെയ്യാം. ഇനി അതല്ല, ഇല്ലെങ്കിൽ നമുക്ക് വളരെ മാന്യമായിട്ട് കുട്ടികൾ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പെണ്ണ് കേണ്ടാൻ കിട്ടുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ള പ്രശ്നം നിങ്ങളിലാണെങ്കിൽ നഷ്ടപരിഹാരങ്ങൾ കൊടുത്തിട്ട് ഒഴിവാക്കാം. കാരണം നിങ്ങൾ ലീഗലി ബോണ്ടഡ് ആണ്. അങ്ങനെ ചെയ്യാം. ബി എ ഗുഡ് മാൻ, അല്ലെ ബി എ ഗുഡ് വുമൻ. അല്ലാണ്ട് സൊസൈറ്റിക്ക് വേണ്ടി ഒന്ന്, എൻ്റെ സുഖം നേടാൻ വേണ്ടി മറ്റൊന്ന്. എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ മറ്റേ സ്വയവർഗ അനുരാഗം. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്കൊരു വൈമുഖ്യം പലപ്പോഴും ഞാൻ കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ ലൈഫിന് വേണ്ടി ഒന്നും അറിയാത്തൊരു പെണ്ണിനെയോ അല്ലെങ്കിൽ ഒരു നേരത്തൊരു ചെക്കനെയോ കല്യാണം കഴിച്ചിട്ട് ഒരു പാവ പോലെ ഒരു ടോയ് പോലെ നിന്ന് കൊടുത്തിട്ട് വേറെ ചുറ്റുമുള്ള തൻ്റെ ഇംഗിതങ്ങൾ നടക്കാൻ നാട്ടിലുള്ള ചെറിയ ചെക്കന്മാരെയോ നാട്ടിലുള്ള ചെറിയ പെൺപിള്ളേരെയൊക്കെ യൂസ് ചെയ്യുക, എന്നിട്ട് അവർക്ക് സെക്ഷൽ ട്രോമ ഉണ്ടാക്കുക. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നമുക്കൊരു പെൺകുട്ടി ഉണ്ടായാൽ നമ്മൾ പുറത്ത് വിടാനാണല്ലേ. നമുക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ഒരു ആൺകുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ മാമൻ്റെ കൂടിയും അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ കൂടിയും വീട്ടിലുള്ള അങ്കിളിൻ്റെ കൂടിയൊക്കെ നമ്മൾ നിർത്തിപ്പോവും. പക്ഷേ ഇവരെങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പം എല്ലാവരും എല്ലാം തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മാറ്റർ. അപ്പം ഓരോരുത്തർ അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് പറഞ്ഞ് ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന തരത്തിലുള്ള പാർട്ട്ണറാണ് വേണ്ടത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നവരോട് റെസ്പെക്റ്റ് മാത്രം. ഐ ആം വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ്. പക്ഷേ അല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് പുച്ഛം മാത്രം. അപ്പോൾ ഈ പലരും ഗേ ആവുന്നതും പലരും ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് പോകുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും ഫിസിക്കലി അങ്ങനെ ആയതുകൊണ്ടായിരിക്കില്ല, അവർ യൂസ്ഡായി ഇതിൽ. അപ്പം അവർക്ക് ഇതിൽ കുറച്ച് കംഫേർട്ട് കിട്ടി, കുറച്ചുകൂടിയും പേടിക്കണ്ട, മറ്റുള്ളവരൊന്നും പേടിക്കണ്ട. പിന്നെ പെണ്ണിനാണെങ്കിൽ പ്രഗ്നൻസിനെ പറ്റി പേടിക്കണ്ട. പിന്നെ കൂടുതൽ ടേസ്റ്റുകൾ സിമിലർ ആയിരിക്കും. എങ്ങനെയാണ് ഒരു പെണ്ണിനെ സൂചിപ്പിക്കേണ്ടതെന്ന് ആണിനേക്കാൾ നല്ലോണം ഒരു പെണ്ണിനെ അറിയാൻ പറ്റും. അത് നേരെ തിരിച്ചു. അപ്പം അത് കൂടുതൽ വർക്കാവും അല്ലേ. അതുകൊണ്ട് അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ ചെറിയ കാര്യങ്ങളോട്, അതായത് നമ്മുടെ ജനറ്റിക്കലി ഉള്ള കാര്യത്തിനോട് എതിരായിട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട്, അതായത് ശരിക്കുള്ള സോൾഫുള്ളായിട്ടുള്ള തൻ്റെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ മറച്ച് വെച്ച് വേറൊന്നിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാരോട് പുച്ഛം, അല്ലാത്തവരോട് ബഹുമാനമാണ്. പുറത്ത് വന്ന് കം ഔട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരോട് ബഹുമാനം മാത്രം. അപ്പോൾ ഇതത്രയും വന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ്. അപ്പം ടിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോ. പ്ലീസ് അങ്ങനെ ടിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് തോന്നുന്ന ആൾക്കാർ അതിലൂടെയൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. പിന്നെ 1-2 കാര്യങ്ങളിൽ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ഓക്കെ, ബൈ.